ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമൃത. എല്ലാവർക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ്. 2 പാർട്ടായിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടാണിത്. SSC RRB പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. അതുപോലെ കേരള PSCക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ്. ആദ്യം നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കാം. ഒരു നമ്പർ കൺസിഡർ ചെയ്താൽ, ഇപ്പോൾ 45 എന്നൊരു നമ്പർ കൺസിഡർ ചെയ്താൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയാണ് 5 എന്നും 10ൻ്റെ സ്ഥാനത്തെ സംഖ്യയാണ് 4 എന്നും പറയും. അതായത് 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് 45 എന്ന് പറയുന്നത്. അപ്പോൾ 4 10ൻ്റെ സ്ഥാനത്തെ സംഖ്യയും 5 1ൻ്റെ സ്ഥാനത്തെ സംഖ്യയുമാണ്. 1ൻ്റെ സ്ഥാനത്തെ സംഖ്യ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എന്നാണ് 5നെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 5നെയാണ് നമ്മൾ ഈ നമ്പറിൽ 45ൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ അല്ലെങ്കിൽ 1ൻ്റെ സ്ഥാനത്തെ സംഖ്യയാണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ 156ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 6 ആണ് 156ലെ യൂണിറ്റ് ഡിജിറ്റ്. 38ലെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. 132ലെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ 1ൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയാണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം അഡീഷൻ്റെ കേസിൽ, അതായത് കൂട്ടലിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന വഴിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 4 + 3 + 2 + 9 + 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ചോദിക്കുമ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യുന്നു. അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എഴുതുന്നു. ആ റിസൾട്ടിലെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണോ വരുന്നത് അതായിരിക്കും ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ ഇവിടെ 4 + 3 + 2 + 9 + 8ൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. 6 ആണ് ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് നമ്പറിൻ്റെ സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ചോദിച്ചാൽ ഒന്നും ആലോചിക്കണ്ട, സം കണ്ടുപിടിക്കുക, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണോ അതെടുത്ത് എഴുതുക. അടുത്തത് ഫൈൻഡ് ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 117 + 118 + 218 + 816. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഡിജിറ്റ് നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് 1269 ആണ് ഇതിൻ്റെ സം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ സമ്മൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, സമ്മ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 1269 ആണ് സമ്മ വരുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. അപ്പോൾ അതായത് മുഴുവനായിട്ടുള്ള സമ്മം കണ്ടുപിടിക്കാതെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് ഓരോ നമ്പറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 117ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. 118ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. 7 + 8. അടുത്തതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 218ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 8 + 816ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6. അപ്പോൾ 816ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6. അപ്പോൾ ഓരോന്നിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എഴുതി അത് തമ്മിൽ ആഡ് ചെയ്യുക. 7 + 8 15, 15 + 8 23, 23 + 6 29. അപ്പോൾ 29 കിട്ടി. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 9 ആണ്. അപ്പോൾ 9 ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഓരോ നമ്പറിൻ്റെയും സമ്മ്, അതായത് ഏതിൻ്റെതാണോ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണ്ടേ, ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ ഒരു ആൻസർ കിട്ടി. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണോ അതെടുത്ത് എഴുതി. അതാണ് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ 9 ആണ് ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്. അടുത്തത് ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 434 + 345 + 347 + 899 + 10 + 117. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക. 4 5 7 9 0 7. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ അല്ല,
ആഡ് ചെയ്യുക. 4 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 0 പ്ലസ് 7, അതായത് ഓരോന്നിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ അഡീഷൻ ആണല്ലോ, അപ്പോൾ ആഡ് ചെയ്യുക. 4 5 9, 9 7 16, 16 9 25, 25 7 32. അപ്പോൾ നമുക്ക് 32 കിട്ടി. ഈ 32 എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ സം അല്ല, ഒറിജിനൽ സം അല്ല, യൂണിറ്റ് ഡിജിറ്റിൻ്റെ മാത്രം സമ്മാണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റിൻ്റെ മാത്രം സം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണോ വരുന്നത് അതായിരിക്കും ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ 2 ആണ് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 28 പ്ലസ് 45 പ്ലസ് 38 പ്ലസ് 29 പ്ലസ് 47. 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുക്കുക. 8 5 8 9 7 ആഡ് ചെയ്യുക. 8 പ്ലസ് 5 15, സോറി 8 പ്ലസ് 5 13, 13 പ്ലസ് 8 21, 21 പ്ലസ് 9 30, 30 പ്ലസ് 7 37. അപ്പോൾ 37 കിട്ടി. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7. അടുത്തതായിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 431 ഇൻറ്റു 776 ഇൻറ്റു 477 ഇൻറ്റു 338. അപ്പോൾ നമ്മൾ അഡീഷനിൽ ചെയ്തതുപോലെ തന്നെയാണ്, അവിടെ അഡീഷൻ ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആദ്യം യൂണിറ്റ് ഡിജിറ്റ് മാർക്ക് ചെയ്തു 1 6 7 8, എന്നിട്ടത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 യൂണിറ്റ് ഡിജിറ്റ് എടുത്തു, അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 6 6, 6 ഇൻറ്റു 7 6 ഇൻറ്റു 7 42, 42 ഇൻറ്റു 8. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. 2 ഡിജിറ്റ് ആണെങ്കിലും 2 ഡിജിറ്റേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇപ്പോൾ 42 ഇൻറ്റു 8 വന്നില്ലേ, അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ 42 ഇൻറ്റു 8 ചെയ്യാൻ പറ്റില്ല, സൈഡിൽ എഴുതി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ ആണ്, എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് 2 ഡിജിറ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഡിജിറ്റ് നമ്പർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്തിട്ട് അടുത്ത സംഖ്യേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 42 ഇൻറ്റു 8 കാണുന്നതിന് പകരം 2 ഇൻറ്റു 8 കണ്ടാൽ മതി. അപ്പോൾ 16 കിട്ടി. എന്നിട്ട് ആ കിട്ടിയതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണോ അതായിരിക്കും ഒറിജിനൽ യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ ഇവിടെ 6 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരിക. അതായത് ആദ്യം യൂണിറ്റ് ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി യൂണിറ്റ് ഡിജിറ്റ് എടുത്തു വെച്ചു, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഡിജിറ്റ് നമ്പർ വരികയാണെങ്കിൽ 2 ഡിജിറ്റ് നമ്പറിലെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്തു, എന്നിട്ട് അടുത്തതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏതിനോടാണോ അതിനോട് മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടിയ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒന്നുകൂടി നോക്കുമ്പോൾ മനസ്സിലാവും. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 432 ഇൻറ്റു 343 ഇൻറ്റു 447 ഇൻറ്റു 338. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 2 3 7 8. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 8. അപ്പോൾ ആദ്യം 2 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്തു 6 ആണ്. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട. 6 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 42 വന്നു. അപ്പോൾ 2 ഡിജിറ്റ് ആയതുകൊണ്ട് 2 മാത്രം എടുത്തു. എന്നിട്ട് അടുത്തതായി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 8 കൊണ്ടല്ലേ, അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 ഇൻറ്റു 8 16. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6 വന്നു. അപ്പോൾ 6 ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. അതായത് അടുത്തത് ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 551 ഇൻറ്റു 553 ഇൻറ്റു 555 ഇൻറ്റു 497 ഇൻറ്റു 429. ആദ്യം യൂണിറ്റ് ഡിജിറ്റ് മാർക്ക് ചെയ്യുന്നു. 1 3 5 7 9. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 9. അപ്പോൾ 1 ഇൻറ്റു 3 3 3 ഇൻറ്റു 5 15. അപ്പോൾ 15 വരുമ്പോൾ 2 ഡിജിറ്റ് ആയി, അപ്പോൾ 5 മാത്രം എടുത്തു. 5 ഇൻറ്റു 7 35. ഇനി 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ 5 എടുത്തു. 5 ഇൻറ്റു 9 45. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5. അപ്പോൾ നമ്മളിത് ഇവിടെ ഇപ്പോൾ ഞാൻ എഴുതി ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് മനസ്സിൽ 2 ഡിജിറ്റ് വരുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് 1 ഇൻറ്റു 3 3, 3 ഇൻറ്റു 5 15, 15ൽ 5 മാത്രം എടുത്തു. 5 ഇൻറ്റു 7 35, 35ൽ 5 മാത്രം എടുത്തു. 5 ഇൻറ്റു 9 45. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5 അങ്ങനെ കിട്ടും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാണ്ട് തന്നെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ ആൻസർ. ഓക്കെ.
നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 551ഉം 553ഉം 555ഉം 497ഉം 429ഉം എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? അതായത് 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ്. 1 മുതൽ 2ൻ്റെ ഡിഫറൻസിൽ 1 + 2 3 3 + 2 5 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ഓഡ് നമ്പേഴ്സ് എങ്ങനെയാണ് മനസ്സിലാക്കുക? 1 3 5 7 9 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന ഏതൊരു നമ്പറിനെയും നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അതായത് 551ൽ 1 ആണ് യൂണിറ്റ് ഡിജിറ്റ്, 553ൽ 3 ആണ്, 555ൽ 5 ആണ്, 497ൽ 7 ആണ്, 429ൽ 9 ആണ്. അപ്പോൾ ഇതിലെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന എല്ലാ നമ്പറും ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇതിലെ എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഒരു കേസ് ഉണ്ട്, അതായത് യൂണിറ്റ് ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ കണ്ടുപിടിക്കുന്നതിൽ ഒരു പ്രത്യേകതയാണ്, അതായത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പറയാൻ പോകുന്നത്. അതായത് ഈ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കേണ്ട മൾട്ടിപ്ലിക്കേഷൻ്റെ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആയി വരികയും ബാക്കി എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആവുകയും ചെയ്താൽ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 5 ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒന്നിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആയി വരികയും ബാക്കി എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആവുകയും ചെയ്താൽ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 5 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ അത് വ്യക്തമാണല്ലോ. അതായത് 1 5 യൂണിറ്റ് ഡിജിറ്റ് ഉള്ള സംഖ്യയാണ്, ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സും ആണ്. ഓക്കെ, 5 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ടുള്ള സംഖ്യ ഓഡ് നമ്പർ ആണ്, പക്ഷെ അത് നമ്മൾ നോക്കണ്ട. 5 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ടുള്ള ഒരു നമ്പറും ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സും, എല്ലാം ഓഡ് നമ്പേഴ്സ് വരണം. അങ്ങനെയാകുന്ന സമയത്ത് യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 5 ആയിരിക്കും. ഓക്കെ, അതായത് ആ പോയിന്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ മാത്രമുള്ള പോയിന്റ് ആണ്. ഇഫ് എനി വൺ ഓഫ് ദ യൂണിറ്റ് ഡിജിറ്റ് ഈസ് 5 ആൻഡ് അതേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ് ദെൻ ദ റിസൾട്ടന്റ് യൂണിറ്റ് ഡിജിറ്റ് വിൽ ബി 5. അതായത് ഇതുപോലുള്ള ക്വസ്റ്റ്യനിൽ കുറേ നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ ഇതുപോലെ. അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5ഉം ബാക്കി എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ആണെങ്കിൽ റിസൾട്ടന്റ് യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 5 ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 545 ഇൻറ്റു 331 ഇൻറ്റു 457 ഇൻറ്റു 549. അപ്പോൾ ഇതിൽ ഒന്നിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്, 331 ഓടാണ്, 457 ഓടാണ്, 549 ഓടാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഓടും. ഒന്ന് 5 യൂണിറ്റ് ഡിജിറ്റ് വരുന്നതായതുകൊണ്ട് തന്നെ ഒന്നും ആലോചിക്കാതെ പറയാം യൂണിറ്റ് ഡിജിറ്റ് 5 ആണ് എന്ന്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5. അടുത്തത് ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 43 ഇൻറ്റു 23 ഇൻറ്റു 87 ഇൻറ്റു 31 ഇൻറ്റു 15. ഇതിലും നമുക്ക് നോക്കാം, സെയിം കേസ് തന്നെ വരുന്നത്. എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് 5 ആയി വരുന്ന ഒരു സംഖ്യ, ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സ്. 43 ഓഡ്, 23, 87, 31 എല്ലാം ഓഡ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 5 ആണ്. ഒന്നും ആലോചിക്കാതെ എഴുതാൻ പറ്റും 5 ആണെന്ന്. അടുത്തതായിട്ട് മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ വരുന്ന മറ്റൊരു പോയിന്റാണ് പറയാൻ പോകുന്നത്. ഒരു എളുപ്പ വഴിയാണ്. ഇഫ് എനി വൺ ഓഫ് ദ യൂണിറ്റ് ഡിജിറ്റ് ഈസ് 5 ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് അതർ യൂണിറ്റ് ഡിജിറ്റ്സ് ഈസ് ഇവൺ നമ്പർ ദെൻ ദ റിസൾട്ടന്റ് യൂണിറ്റ് ഡിജിറ്റ് വിൽ ബി 0. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആവുകയും അതുപോലെ ഏതെങ്കിലും ഒന്നിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഇവൺ നമ്പർ ആവുകയും ചെയ്യുകയാണെങ്കിൽ റിസൾട്ടന്റ് യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്, യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നോക്കുക, ആ കേസ് ഇവിടെ വെരിഫൈ ചെയ്യാമെന്ന് നോക്കുക. ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 555 ഇൻറ്റു 512 ഇൻറ്റു 364 ഇൻറ്റു 333. അപ്പോൾ ഇതിൽ 5 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരു സംഖ്യയുണ്ട്, ഇവൺ നമ്പർ യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരു സംഖ്യയുണ്ട്. അപ്പോൾ വേറെ നമ്പേഴ്സ് ഒന്നും നോക്കാതെ തന്നെ പറയാം ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണെന്ന്. പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കേസിൽ 5 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന സംഖ്യയും ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സും ആയിരിക്കണം. എന്നാൽ ഇവിടെ ഏതെങ്കിലും ഒന്നിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഇവണും ഏതെങ്കിലും ഒന്നിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5ഉം ആയാൽ മതി. ബാക്കിയെല്ലാം ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല. അതായത് ഒന്നിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5ഉം ഏതെങ്കിലും ഒന്ന് ഇവണും ആയാൽ മതി. ബാക്കി ഓഡായാലും ഇവൺ ആയാലും ഒന്നും കുഴപ്പമില്ല. ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ഇനി നമുക്ക് സാധാരണ രീതിയിൽ ചെയ്ത് നോക്കാം. അതായത് യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് 5, 2, 4, 3 അങ്ങനെയാണ് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 2 10, 10ൻ്റെ 0 എടുത്തു, 0 ഇൻറ്റു 4 0, 0 ഇൻറ്റു 3 0 വരും.
5 ഇൻറ്റു 2 10, 10ൽ 0 മാത്രം എടുത്തു. 0 ഇൻറ്റു 4 0, 0 ഇൻറ്റു 3 0. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണ്. അടുത്തത് ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 45 ഇൻറ്റു 34 ഇൻറ്റു 38 ഇൻറ്റു 26 ഇൻറ്റു 12. ഇതിൽ നോക്കിയാൽ യൂണിറ്റ് ഡിജിറ്റ് 5 ആയി വരുന്നൊരു സംഖ്യയുണ്ട്, യൂണിറ്റ് ഡിജിറ്റ് ഇവൺ നമ്പർ ആയിട്ട് വരുന്നൊരു സംഖ്യയുണ്ട്. അപ്പോൾ റിസൾട്ടിൻ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 0 ആണെന്ന് പറയുന്നതുകൊണ്ട് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റും 0 ആണ് വരുന്നത്. അപ്പോൾ ഇത് മറ്റേ രീതിയിൽ ചെയ്ത് നോക്കിയാൽ 5 4 8 6 2. അപ്പോൾ 5 ഇൻറ്റു 4 20 വന്നു. 20ൽ 0 മാത്രം എടുത്തു. 0 ഇൻറ്റു 8 0, 0 ഇൻറ്റു 6 0, 0 ഇൻറ്റു 2 0. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 0 ആണ് വരുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു നമ്പർ 5 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നതും മറ്റേ നമ്പർ ഇവൺ നമ്പറും ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവൺ യൂണിറ്റ് ഡിജിറ്റ് ഇവൺ ആയിട്ട് വരുന്ന നമ്പറും ആണെങ്കിൽ 0 ആയിരിക്കും റിസൾട്ടിൻ യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 2 ആയി വരാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകാവുന്നതാണ്. അതുപോലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ദയവായി ഷെയർ ചെയ്യുക.